ഹായ് യു കെയിലെ മറ്റേണിറ്റി ലീവിനായിട്ട് പോകുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്പർ 1, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കംസ് ബിഫോർ യുവർ ജോബ് റോൾ. നമ്മുടെ പ്രഗ്നൻസിയിൽ നമ്മൾ സേഫായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സൂറ്റബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് തരാനോ അല്ലെങ്കിൽ നമുക്ക് ഫുൾ പേയോട് നമ്മളെ സസ്പെൻഡ് ചെയ്യാനോ നമ്മുടെ എംപ്ലോയർ റെസ്പോൺസിബിൾ ആണ്. നമ്പർ 2, യു ഡോണ്ട് ഹാവ് ടു ടെൽ യുവർ എംപ്ലോയർ സ്ട്രേറ്റ് അവേ. എപ്പോൾ നമ്മുടെ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്നത് നമ്മുടെ ചോയ്സാണ്. 15 വീക്സ് വരെയും നമുക്ക് നമ്മുടെ പ്രഗ്നൻസി റിവീൽ ചെയ്യണമെന്ന് ലീഗലി പറയുന്നില്ല. നമ്പർ 3, ആനുവൽ ലീവ്സ് ആർ സ്റ്റിൽ ബെസ്റ്റ് അപ്പ് ഡ്യൂറിങ് മറ്റേണിറ്റി ലീവ്. ഈവൻ മറ്റേണിറ്റി ലീവിലാണെങ്കിലും നമുക്ക് സാധാരണയുള്ള ആനുവൽ ലീവ് എൻറ്റൈറ്റിൽ ആവുന്നുണ്ട്. അപ്പോൾ മറ്റേണിറ്റി ലീവിനോട് ചേർന്ന് ആനുവൽ ലീവ് നമുക്ക് ഈ ടൈമിൽ എടുക്കാവുന്നതാണ്. നമുക്ക് ഫാമിലിയായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും അപ്പോൾ സാധിക്കും. നമ്പർ 4, കിഡ് ഡേയ്സ് ആർ ഓപ്ഷണൽ. കിഡ് ഡേയ്സ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കീപ്പ് ഇൻ ടച്ച് ഡേയ്സ് നമ്മളുടെ ഇഷ്ടത്തിനാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജോബിനെയോ പേയ്മെൻറ്റിനെയോ നമുക്കൊരിക്കലും അത് അഫക്റ്റ് ചെയ്യില്ല. നമ്പർ 5, പെയ്ഡ് ടൈം ഓഫ് ഫോർ ആൻറ്റിനേറ്റൽ അപ്പോയിൻമെൻറ്റ്സ്. നമുക്ക് മിഡ് വൈഫിൻ്റെ വിസിറ്റ്സ് അല്ലെ പ്രഗ്നൻസി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ അല്ലെ സ്കാൻസ് അറ്റൻഡ് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പെയ്ഡ് ടൈം ഓഫ് തരണമെന്നാണ് ലീഗലി പറയുന്നത്. Number 6, you can request reasonable adjustments at work. Number 7, pregnancy related sickness is protected. പ്രഗ്നൻസിയുടെ ടൈമിൽ നമ്മൾ എടുക്കുന്ന സിക്നസ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഈ ടൈമിൽ നമുക്ക് സിക്നസ് ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മുടെ ജോബ് റോളിനെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. നമ്പർ 8, മറ്റേണിറ്റി പേ ഈസ് ഇൻ സെയിം ഫോർ എവറി വൺ. അത് ഒരു ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഏണിങ്സ് അനുസരിച്ചും നമ്മുടെ സർവീസ് അനുസരിച്ചുമാണ് നമ്മുടെ മറ്റേണിറ്റി പേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മുടെ ലാസ്റ്റ് മറ്റേണിറ്റിക്ക് മുമ്പുള്ള ലാസ്റ്റ് കുറച്ച് ഫ്യൂ മന്ത്സ് നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്തത് അതനുസരിച്ചായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. Number 9, you are legally protected from day 1. Pregnancy and maternity are protected under the Equality Act 2010. നമ്മുടെ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ അൺഫെയർ ട്രീറ്റ്മെൻറ്റിലോ ഒന്നും നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. അതാണ് റൂള്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ മെറ്റേണിറ്റി സമയത്ത് നമുക്ക് NHS നിന്ന് ലഭിക്കുന്നതാണ്. നമുക്കുള്ള ബെനിഫിറ്റ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളതിനെ മിസ്യൂസ് ചെയ്യാതിരിക്കുക. നമുക്ക് കിട്ടുന്ന റൈറ്റ്സും ബെനിഫിറ്റ്സും നമ്മളൊരു മിസ്യൂസ് ചെയ്യരുത്. താങ്ക് യു.